എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഈ പാർട്ടിലൂടെ തരുന്നത്. ഇതിനു മുമ്പ് ഒരു പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ പാർട്ടിലുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ മാർക്ക് ചെയ്ത് തെറ്റാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഏകദേശം എത്ര മാർക്ക് കിട്ടിയെന്നും പറയുക. ഈ ചാനലിലെ എല്ലാ ക്ലാസ്സുകളും ഫോളോ ചെയ്ത ഒരാൾക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുള്ള പ്രോബ്ലംസ്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഒരുവിധം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ക്ലാസ്സുകളൊക്കെ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠിച്ചത്, എത്രത്തോളം മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ഒന്നും അധികം അടിച്ച് കാണില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്, എന്നാലും നമുക്ക് നോക്കാം. PSCയുടെ ആൻസർ കീ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് ഡാഷ് ടെക്നിക് ഈസ് ദ സെപ്പറേഷൻ ഓഫ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റിംഗ് അല്ലേ വരുന്നത്. 37, ഡാഷ് ആർ ദോസ് കോസ്റ്റ് ദാറ്റ് ക്യാൻ ബി സ്പെസിഫിക്കലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ കോസ്റ്റ് ഒബ്ജക്റ്റ്. ഏതാണ്? ഡയറക്റ്റ് കോസ്റ്റ് ആണ് വരുന്നത്. Then the predetermined or target cost that are incurred under efficient operating condition, standard cost, predetermined or target cost. അടുത്തത്, dash is equal to the difference between the standard wage rate hour per hour. അത് ഞാൻ കണ്ടത് വേജ് റേറ്റ് വേരിയൻസ് അല്ലെങ്കിൽ ലേബർ റേറ്റ് വേരിയൻസ് എന്നുള്ളതാണ് കണ്ടത് കേട്ടോ. SR മൈനസ് AR ഇൻറ്റു AH എന്നാണ് കണ്ടത്. അത് ലേബർ റേറ്റ് വേരിയൻസ് എന്നാണ് കണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദ ടേം ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ വെയർ ഓൾ ബിസിനസ് ഫങ്ഷൻ ആർ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് TQM. ദെൻ PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം അനാലിസിസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ആണ് അല്ലേ. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആയിരുന്നു. 42, ഡാഷ് ഈസ് ദ അഗ്രഗേറ്റ് എമൗണ്ട് ഓഫ് റവന്യൂ അവൈലബിൾ ആഫ്റ്റർ വേരിയബിൾ കോസ്റ്റ് ടു കവർ ഫിക്സഡ് എക്സ്പെൻസ് ആൻഡ് പ്രൊവൈഡ് പ്രോഫിറ്റ് ടു ദ കമ്പനി. ഏതാണ്? കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ് വരുന്നത്. ദെൻ ടൈം ലോസ്റ്റ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ആക്ടിവിറ്റി. നോർമൽ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നോർമൽ ഐഡിയൽ ടൈം. പിന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ. മാർജിൻ ഓഫ് സേഫ്റ്റി ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിലാണ്. കോമ്പിനേഷൻ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ത് വരും? ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് വരും. മോഡേൺ മാനേജ്മെൻറ്റ്, മോഡേൺ തിയറി ഓഫ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫാദർ ഹെൻറി ഫയോൾ ആണ് കേട്ടോ. ഹെൻറി ഫയോൾ. ഇതൊക്കെ ഈ 5 എണ്ണവും നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. പിന്നെ ഏതായിരുന്നു? ഹൈറാർക്കി ഓഫ് നീഡ്സ്. നീഡ് ഹൈറാർക്കി ആരുടെയാണ്? എബ്രഹാം മാസ്ലോയുടേതാണ്. എബ്രഹാം മാസ്ലോ. TQMത്തിൻ്റെ ടെക്നിക്ക് അല്ലാത്തത് ഏതാണ്? ക്വാളിറ്റി മെഷർമെൻറ്റ്. ക്വാളിറ്റി മെഷർമെൻറ്റ് TQMൻ്റെ ടെക്നിക്ക് അല്ല. ഓക്കെ. പിന്നെ ഹാവ്തോൺ എക്സ്പെരിമെൻ്റ് ആരുടെയാ? എൽട്ടൺ മായോ. ഹാവ്തോൺ എക്സ്പെരിമെൻറ്റ് എൽട്ടൺ മായോ. MBO നമ്മൾ ഇന്നലെയും കൂടി പറഞ്ഞ കാര്യമാണ് അല്ലേ. MBO നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞതായിരുന്നു. കൺസെപ്റ്റ് ഓഫ് MBO ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പീറ്റർ എഫ് ഡ്രക്കർ ആണ്. പീറ്റർ എഫ് ഡ്രക്കർ. 51ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013. ഏതാണ് കറക്റ്റ്? മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ പബ്ലിക് കമ്പനി 3ഉം പ്രൈവറ്റ് കമ്പനി 2ഉമാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. 2 and 3. അടുത്ത 52, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013. കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ B ആണ്. കാരണം ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അപ്പോൾ അത് തെറ്റല്ലേ. ഇവിടെ എക്സിക്യൂട്ടീവ് എന്നാണ് പറയുന്നത്, അപ്പോൾ അത് തെറ്റാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സെക്ഷൻ 149 പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത് അല്ലേ. കറക്റ്റ് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അടുത്തത്, ആസ് പെർ സെക്ഷൻ 132 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ദ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഡാഷ് ടു പ്രൊവൈഡ് ഫോർ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഏതാണ്? എ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയാണ്. Then a company which is formed for the promotion of commerce, arts, science, sports, education, research, social welfare, religion, charity, etc. അതേതാണ്? സെക്ഷൻ 8 പറയുന്നത്. സെക്ഷൻ 8 കമ്പനി ആസ് പെർ കമ്പനീസ് ആക്ട് 2013. അതായത് നോൺ പ്രോഫിറ്റ് വരുന്നത് ഏതിലാണ്? ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 8 വരുന്നത്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി 50. Then annual return filed with the dash in the form number MGT 7.
പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് കമ്പനി. ഏതാണ്? രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൽ നമുക്കറിയാം സി എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് മൂന്നാമത്തെ ഓപ്ഷൻ ഷാൾ നോട്ട് ബി ഗിവൺ ടു എവറി ഡയറക്ടർ എന്നുള്ളത് തെറ്റാണ്. ഷാൾ ബി ഗിവൺ എന്നാണ് വരുന്നത്. പിന്നെ നാലാമത്തെ ഓപ്ഷനിൽ ഇൻ ദ കേസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി 2 മെമ്പർ ആണ്, പേഴ്സണലി പ്രസൻറ്റ് ആവേണ്ട 2 മെമ്പർ എന്നാണ് കണ്ടത്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ ബി ആണ്, 1 and 2 ആണ് കറക്റ്റ് ആൻസർ എന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കീ വരുമല്ലോ, പ്രൊവിഷണൽ ആൻസർ കീ വരുമ്പോൾ നോക്കാം, അതിനുശേഷം ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ആക്കാം. 58ാമത്തെ ക്വസ്റ്റ്യൻ, നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്പനി ഷാൾ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫ്രം ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി എന്നുള്ളതാണ് ഞാൻ കണ്ടത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നതാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ആൻസേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് 2 modes of winding up as per section 270 of the Companies Act 2013. ഏതൊക്കെയാണ്? വൈൻഡിങ് അപ്പ് ബൈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും വോളണ്ടറി വൈൻഡിങ് അപ്പുമാണ്. 60ാമത്തേത് ഓവർ റൈഡിംഗ് പ്രിഫറൻഷ്യൽ പേയ്മെന്റ് ആസ് പെർ സെക്ഷൻ 326 ആൻഡ് പ്രിഫറൻഷ്യൽ പേയ്മെന്റ് ആസ് പെർ സെക്ഷൻ 327 ഓഫ് ദ കമ്പനീസ് ആക്ട് ആർ ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ്. ഏതായിട്ടാണ് ആപ്ലിക്കബിൾ ആയിട്ടത്? വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, demutualization is the process by which member-owned organization can become a shareholder company. Demutualization is the term which is related to ഇവിടെ ഷെയറും സ്റ്റോക്ക് എക്സ്ചേഞ്ചും രണ്ടും കാണുന്നുണ്ട്, നമുക്ക് കറക്റ്റ് നോക്കാം കേട്ടോ. പിന്നെ ഏതാണ്? ഡാഷ് ഈസ് എ ടൂൾ വിച്ച് ഹെൽപ്പ് ടു കർബ് എക്സസ് വൊളാറ്റിലിറ്റി ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സർക്യൂട്ട് ബ്രേക്കർ ആണ്, ഓപ്ഷൻ എ സർക്യൂട്ട് ബ്രേക്കർ. ദെൻ ലിസ്റ്റഡ് കമ്പനി ക്യാൻ ഫയൽ അപ്പീൽ എഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ദ എവിടെയാണ്? സാറ്റിലല്ലേ, SAT സെക്യൂരിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണലിലാണ്, ആസ് പെർ സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ദ കമ്പനി ഹാവ് ടു ഒബേ ബോത്ത് സെബി റെഗുലേഷൻ ആൻഡ് ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ടു ലിസ്റ്റ് ദെയർ ഷെയർസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 65 ദ സെൻട്രലൈസ്ഡ് വെബ് ബേസ്ഡ് കംപ്ലൈൻറ്റ് റീഡ്രസ് സിസ്റ്റം ഓഫ് സെബി ഈസ് നോൺ ആസ്. എന്ത് പറയുന്നു? സ്കോർസ്. സെബി കംപ്ലൈൻറ്റ് റീഡ്രസൽ സിസ്റ്റത്തെയാണ് സ്കോർ എന്ന് പറയുന്നത്. ദെൻ ഏഞ്ചൽ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റാർട്ടപ്പ് ബിസിനസ്. ഏഞ്ചൽ ഫണ്ട് സ്റ്റാർട്ടപ്പ് ബിസിനസ്. എ കമ്പനി മേ ഇഷ്യൂ ബോണസ് ഷെയർസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഔട്ട് ഓഫ് ഏതാണ്? ഫ്രീ റിസർവ്, ദ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇത്രയും വരും. അടുത്ത 2 ക്വസ്റ്റ്യൻ കുറച്ച് ഡൗട്ടുണ്ട്. ഇത് ഓൾ ഓഫ് ദി എബോവ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്, നമുക്ക് നോക്കാം. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് കളക്ട് ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബിൽ എക്സെട്ര ഓൺ ബിഹാഫ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ് ആസ് പാർട്ട് ഓഫ്. 70ാമത്തെ ക്വസ്റ്റ്യൻ, കൊമേഴ്ഷ്യൽ ബാങ്ക് കളക്ട് ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബിൽ എക്സെട്ര ഓൺ ബിഹാഫ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ് ആസ് പാർട്ട് ഓഫ്. എന്തിൻ്റെ പാർട്ടായിട്ടാണ്? ഏജൻസി സർവീസിൻ്റെ ഭാഗമായിട്ട്. Then dividing buyers into groups based on their knowledge, attitude, use and response to a product. നോളജ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ വെച്ച് നമ്മൾ ബയേഴ്സിനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതിൽ? ബിഹേവിയറൽ സെഗ്മെൻറ്റേഷനിൽ. പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ് പ്രൊഫഷണൽ എത്തിക്സ്. ഇതൊരു ഡൗട്ട് ഉണ്ട്, ഇത് നമുക്ക് കീ വരുമ്പോൾ നോക്കാം. ദെൻ അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ₹1 lakh. ഫൈൻഡ് ദിസ് എമൗണ്ട് ഡിഡക്ഷൻ ടു ബി അലൗഡ്. നമ്മൾ അരിയേഴ്സിൻ്റെ 30% അപ്പോൾ 1 lakh എന്ന് പറയുമ്പോൾ 30,000 ആയിരിക്കും ആൻസർ വരാൻ. ദെൻ ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് എന്താണ്? ടു റിപ്പോർട്ട് ടു മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ് വെദർ ദ ബാലൻസ് ഷീറ്റ് എക്സിബിറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ ബിസിനസ്. ദെൻ ഫ്രം ദ ഫോളോയിങ് വിച്ച് ഈസ് ആൻ അഡ്മിസിബിൾ എക്സ്പെൻസ്. ഇത് നമ്മൾ ക്ലാസ്സിൽ എടുത്തതാണ്. അഡ്മിസിബിൾ എക്സ്പെൻസ് ഏതൊക്കെയാണ്, അല്ലാത്തത് ഏതൊക്കെയാണെന്നുള്ളത് എടുത്തതായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പനി യൂസസ് ദ ടാഗ്ലൈൻ തിങ്ക് ഡിഫറെൻറ്റ്? ഓപ്ഷൻ എ ആപ്പിൾ. ദെൻ ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ഓഫ് ആക്ഷൻ അല്ലേ. ഇറ്റ് ഈസ് ആൻ ആക്ഷൻ പ്ലാൻ കണ്ടെയ്നിങ് ദ ഡീറ്റെയിൽസ് റിഗാർഡ്സ് ടു ദ കണ്ടക്ട് ഓഫ് പർട്ടിക്കുലർ ഓഡിറ്റ്. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഡിപ്രിഷിയേറ്റഡ് അസറ്റ് വിൽ ഓൾവേസ് ബി STCG.
Which of these is not a correct statement about the features of modern marketing? Modern marketing എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ഓറിയൻറ്റഡ് അല്ല, അതാണ് തെറ്റായിട്ടുള്ളത്. Then income from subletting of house property, നമ്മൾ പ്രീവിയസ് ഇയറിലും പഠിച്ചതാണ്. ഏതിലാണ് വരുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരുന്നത്. Which of the following is not an element of promotion mix? Promotion mix element അല്ലാത്തത് ഓപ്ഷൻ സി branding. Loan against the security of land and property are verified from, ഇത് ഡൗട്ട് ഉണ്ട് കേട്ടോ, അത് നമുക്ക് പിന്നെ നോക്കാം. Then which of these is true about section 80D? Section 80D medical insurance premium. Among the option given, which of these cannot be considered as a role that customers play in buying decision? Buying decisionൽ റോൾ അല്ലാത്തത്, കസ്റ്റമറിൻ്റെ റോൾ അല്ലാത്തത് ഏതാണ്? സ്റ്റോക്കർ ആണ്. ഓപ്ഷൻ ഡി സ്റ്റോക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, cannot be considered as an objective of internal control system. Cannot be considered, അത് നമുക്ക് നോക്കാം. Then cultural factors social class വരുന്നുണ്ട്, social influence വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. Then the dimensions of product mix, ഏതൊക്കെയാണ്? ഇത് 4 വരും. അപ്പോൾ all of the above ആണ് ആൻസർ. Which of these statement is correct about investigation versus auditing? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ എ. Then minor's income is clubbed to father's income or mother's income, whichever is greater. ആരുടെ ഇൻകം ആണോ കൂടുതൽ അവരുടെ ഇൻകത്തിലേക്കാണ് മൈനറിന്റെ ഇൻകം ക്ലബ് ചെയ്യുന്നത്. Which of the supporting voucher is needed to vouch the bill receipt from bill receivable? അത് നമുക്ക് നോക്കാം. Then ATG allowed അല്ലാത്തത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A ആണ്. ദെൻ ഇത് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ മെച്യൂരിറ്റി, അല്ലേ? മെച്യൂരിറ്റി സ്റ്റേജ് അല്ലേ വരുന്നത്. പിന്നെ വർക്കിംഗ് പേപ്പേഴ്സ്, ഓഡിറ്റിംഗ് വർക്കിംഗ് പേപ്പേഴ്സിൽ നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ട്രൂ. ഇറ്റ് ഓൺലി മെൻഷൻ ദ നെയിം, നേച്ചർ ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് കമ്പനി, അതാണ് തെറ്റായിട്ടുള്ളത്. പിന്നെ ഒരു നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്ന് വന്നിട്ടുള്ള ലോസ് സെറ്റ് ഓഫ് ചെയ്യുന്നത് എന്തുമായിട്ടാണ്? സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്നാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്. ദെൻ എമംഗ് ദ ഫോളോയിങ് വിച്ച് ഓഫ് ദീസ് ആൻ എക്സാമ്പിൾ ഓഫ് പുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? പുള്ള് വരുന്നത് മീഡിയ കവറേജ്, അല്ലേ? മീഡിയ കവറേജിലാണ് വരുന്നത്. ദെൻ സൂപ്പർ സീനിയർ സിറ്റിസൺ ഹൂസ് ഏജ് ഈസ് മോർ ദാൻ 80 years ആണ്. Who has introduced the concept of market segmentation? ഇന്നലെ രാത്രി നമ്മൾ ഇട്ട മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഇതും ഉണ്ടായിരുന്നു. ആരാണ്? സ്മിത്ത് ആണ്, WR സ്മിത്ത്. Which one is not related to auditing? ഓഡിറ്റിംഗ് ആയിട്ട് റിലേറ്റ് ആവാത്തത് ട്രയൽ ബാലൻസ് ആണ്. Then interest credited in recognized provident fund, RPFൻ്റെ ഇൻട്രസ്റ്റ് എത്ര ശതമാനമാണ് എക്സംപ്റ്റ് ആയിട്ടുള്ളത്? 9.5%. Concealment of shortage by delaying the recording of cash receipt is known as lapping. അപ്പം ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചതായിരുന്നു. കുറച്ച് എന്താ പറയുക, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വന്നിരിക്കുന്നത് മാത്രമാണ് കുറച്ച് ടഫ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരുവിധം നമ്മൾ പഠിച്ച രീതിക്ക് തന്നെയാണ്. ക്ലാസ് കണ്ടവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഏതൊക്കെയാണ് ആൻസർ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻസർ ഏതെങ്കിലും ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം കട്ട് ഓഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവരും ഇനിയും എന്തിൽ പഠിക്കണം? ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടിരുന്ന് പഠിക്കണം. കാരണം ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാം നമുക്ക് എഴുതണമെങ്കിൽ ഡിഗ്രി പ്രിലിംസ് പാസ്സായിരിക്കണം. അതുകൊണ്ട് ഡിഗ്രി പ്രിലിംസിനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ടോ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര സൈനിങ് ഓഫ്.